ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ട്രിപ്പ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങളെല്ലാവരും അല്ലേ? ഞാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും ഞാനെങ്ങും പോകാറില്ല. വേറൊന്നുമല്ല, ഒറ്റയ്ക്കെങ്ങും പോകാനായിട്ട് ഇങ്ങനെ തോന്നാറില്ല. മടി പിടിച്ചിരിക്കുകയാണ്. എന്നെപ്പോലെ ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. കാലിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഫാമിലി ആയിട്ടൊന്ന് പുറത്തു പോകാനായിട്ട് തീരുമാനിച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ചു. എവിടെ പോകണമെന്ന് വലിയ പിടുത്തു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അങ്ങനെ ഞാൻ സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് പോകുക എന്നുള്ളത്. അപ്പം സുഹൃത്ത് പറഞ്ഞു ഇതുപോലൊരു സ്ഥലമുണ്ട്, നല്ലൊരു സ്ഥലമാണ്, പോകാം, ഒരിക്കൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരി എന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഒരു ചെറിയൊരു മൂടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ മഴയൊന്നും പെയ്തില്ല. ചെറിയൊരു വഴിയാണ്, ഒരു രണ്ട് വണ്ടി കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തരത്തിലാണ് കേട്ടോ വഴിയുള്ളത്. ഇടയ്ക്ക് ചെറിയ പള്ളികളും ഒക്കെ ഉണ്ട്. ബസ് റൂട്ടാണെന്ന് തോന്നുന്നു ഇത് തന്നെ. അപ്പം നല്ല നല്ല അടിപൊളി വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ നമുക്ക് ഒത്തിരി കാഴ്ചയൊന്നും വലുതായിട്ട് കാണാനില്ലെങ്കിലും ഇതുപോലെ പനയും കവുങ്ങും വാഴത്തോട്ടങ്ങളും തെങ്ങും തോപ്പുകളും ഒക്കെ കാണാൻ കഴിയും. നല്ല കാം ആൻഡ് കൂൾ പ്ലേസിൽ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വഴി ഇഷ്ടമാകും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. ചെറിയൊരു ഗ്രാമം, വില്ലേജ് ടൈപ്പിൽ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഗ്യാസ് ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ സ്പ്രൈറ്റ് മേടിക്കാൻ എല്ലായിടത്തും എല്ലാ സാധനവും ഉണ്ട്. സ്പ്രൈറ്റ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, വെള്ളം, എല്ലാ ടൈപ്പും ഇവിടെ തന്നെയുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ആ കദൂരെ കാണുന്ന ആ മലയാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ. പക്ഷേ എന്നിരുന്നാലും അതൊന്നും അല്ല. ഇവിടെ കാലിക്കറ്റ് നിന്ന് അറൗണ്ട് ഒരു 1.5 hours ജേർണി ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. ഇത് കണ്ടോ, എന്ത് നല്ല രസമായ വഴികളല്ലേ. അപ്പുറത്തും ഇപ്പുറത്തും നല്ല മരങ്ങളും. ഇത് കാണുമ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടെ നടന്ന വഴികളൊക്കെ ഓർമ്മ വരുന്നു. ഒരു നൊസ്റ്റാൾജിയ ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നതിനകത്തിൽ ഒത്തിരി അധികം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെന്നറിയാം. എന്നിരുന്നാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന വീഡിയോകളിലൊക്കെ നന്നാക്കാനായിട്ട് പരമാവധി ഞങ്ങൾ ശ്രമിക്കാം കേട്ടോ. ഇതൊരു വോയിസ് ഓവർ ചെയ്യുന്നതാണ്. കാരണം വേറൊന്നുമല്ല, വണ്ടിയിലൊക്കെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എങ്ങനെയാണ് എന്തുവാ ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ടാണ്. സൈഡിൽ ചെറിയ ചെറിയ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് എൻ്റെ വൈഫ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഏപ്രിലിൽ പൂക്കുന്ന ഏതോ ഒരു ചെടിയാണ് എന്ന്. അത് നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു ടേണിങ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വണ്ടി സൈഡിലൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് പോകാനൊരു ചെറിയ കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല വഴികളാണ് കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാച്ച് വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല വഴികൾ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള വഴികളും ഒക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം നല്ലതായിരിക്കും. ആളുകളെ ആകർഷിക്കാനും ഒരു റോഡ് ട്രിപ്പ് പോകുന്ന ആളുകളുടെ സേഫ്റ്റിയൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ചുരത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള വഴികൾ കാണുന്നതാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ കൈവരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് മുമ്പോട്ട് വന്നപ്പം കാണാൻ കഴിഞ്ഞില്ല കൈവരിയും. ഒരു വണ്ടി ഒന്ന് ചെറുതായിട്ട് പാളിയാൽ തന്നെ കുഴിയിലേക്ക് വീഴുന്ന തരത്തിലേക്കാണ്. നടപ്പാത പോലെയാണെന്ന് തോന്നുന്നു. കോൺക്രീറ്റൊക്കെ സൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ സേഫായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പതുക്കെ പോവുക, സ്പീഡിൽ പോവാതിരിക്കുക. പക്ഷേ ഓവർടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ടേണിങ്ങാണ്, നല്ലൊരു ടേണിങ്ങാണ് വരുന്നത്. ആ ടേണിങ് എന്താണെന്ന് പിടുത്തമില്ലാത്തത് കൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്തില്ല. ഇത് കാണുമ്പോൾ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും നമുക്ക് ടേണിങ്ങോ വഴിയോ വലിയ പിടുത്തമില്ലെങ്കിൽ പരമാവധി നമ്മുടെ സേഫ് സൈഡ് നോക്കിയിട്ട് ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ചെല്ലുന്നതും കാത്ത് ഇരിക്കുന്നുണ്ടാവുമല്ലോ ആളുകളൊക്കെ. അല്ലെങ്കിൽ നമ്മൾ സുഖകരമായി യാത്ര ചെയ്യണമല്ലോ. അതുകൊണ്ട് അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ. അങ്ങനെ അവസാനം ആ സ്ഥലത്തോട് എത്തുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കാണാനാണ് പോകുന്നത്. ഒരു കുരിശുമല എന്ന് പറയുന്ന സംഭവം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് കക്കാടംപൊയിൽ എന്നാണ്. ഞങ്ങൾ ഈ കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നതും അവിടെ ചെന്ന് ഞങ്ങളൊരു ജീപ്പ് എടുത്തു. നിങ്ങൾക്ക് താഴെ നിന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരാനും ഇവർ തന്നെ സർവീസ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ നടന്ന് കയറുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നടന്ന് കയറുമ്പം
പോയി കുറച്ച് ക്ഷീണിക്കും എന്നുള്ളതാണ് മെയിൻ രീതി. പക്ഷേ ഞങ്ങളെന്തായാലും ജീപ്പ് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയത്. കാരണം ഞങ്ങളുടെ കൂടെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെറിയൊരു വണ്ടി പോകാനായിട്ടുള്ളൊരു വഴി മാത്രമാണ് അവർ കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള സാങ്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഇതുപോലുള്ള വഴികൾ പണിയാനോ അല്ലെങ്കിൽ ഒരു ശൗചാലയം പണിയാനോ ഒന്നും കിട്ടില്ല. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒരു ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇവിടില്ല. ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈക്ക് വരുന്നവർക്ക് ബൈക്ക് മുകളിൽ ഈ മലയുടെ താഴെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് സുഖമായിട്ട് നടന്ന് കയറി തിരിച്ചു വന്ന് ബൈക്ക് എടുത്ത് വരികയും ചെയ്യാം കേട്ടോ. അല്ല, നമ്മുടെ കാറുകളൊന്നും കയറ്റിക്കൊണ്ട് വരാൻ പാടായിരിക്കും. കാരണം നല്ല വഴിയോ ഒന്നുമല്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബൈക്കിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ മലയുടെ താഴെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് കയറിപ്പോകാം. ഇവിടെ കയറിപ്പോകുന്നതിന് ടിക്കറ്റൊന്നുമില്ല. ജീപ്പ് എടുക്കുകയാണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. 800 രൂപയാണ് കേട്ടോ. അങ്ങനെ നല്ല വഴിയാണ്. മഴയൊക്കെ ജസ്റ്റ് പെയ്ത് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് വഴുവഴുപ്പുണ്ടെങ്കിലും എന്നിരുന്നാലും ഒരുവിധം നല്ല വഴിയാണ്. കയറുമ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റാണ്. കോടയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ നാലുപാട് ചുറ്റും മലകളാണ് ഉള്ളത്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ മലയിൽ കയറുന്നുണ്ട്. ഞങ്ങൾ കയറിയത് ഒരു ചെറിയ മലയിലാണ്. അവിടെയാണ് കുരിശ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് വേറെ മലകളുണ്ടെങ്കിലും അവിടെ ഒത്തിരി ആളുകൾ കയറുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കൽ വന്ന് കയറാമെന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ മുമ്പോട്ട് കയറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി വരുമ്പോൾ കോടയൊക്കെ നന്നായിട്ട് കയറുന്നുണ്ട്. നല്ല രീതിയിൽ കാണാൻ കഴിയും. ഇതൊരു ചെറിയൊരു കിണറാണെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ചിലപ്പോൾ വേസ്റ്റ് എന്തെങ്കിലും ഇടാൻ വേണ്ടി പണിഞ്ഞു വെച്ചേക്കുന്നതായിരിക്കാം. പാറയുടെ മുകളിൽ ആരോ നേരത്തെ വന്ന കലാകാരനുമാണ് പടം വരച്ച് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങ് ആ മലയുടെ മുകളിലാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങളും വലിഞ്ഞ് മലയുടെ മുകളിൽ കയറി. പക്ഷേ ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. നല്ല കാറ്റും തഴുകി ഒഴുകുന്ന നല്ല രീതിയിലുള്ള കാറ്റുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ കോട ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ കോട കയറുമെന്നാണ് പറയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. മലയുടെ മുകളിൽ ചെന്നിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മലയുടെ മുകളിൽ കയറിയിട്ട് ഒത്തിരി അധികം ആളുകൾ കൂവുന്നുണ്ട് കേട്ടോ. ആ എക്കോ ഫീൽ ചെയ്യാനും താഴെ നിന്നും മുകളിൽ നിന്നും ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂവുന്നുണ്ട്. അതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ കുരിശുമല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങണം. ആ കുരിശിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ മുകളിൽ നിന്നാണ് കുരിശ് കണ്ടത്. പിന്നീട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതിനും ചെവിയിൽ കാറ്റടിച്ചിട്ട് വേദനയൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ടോ, നല്ല രീതിയിൽ കോട കയറുന്നത് കണ്ടോ. ഈ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് ഉണ്ടെങ്കിൽ കക്കാടംപൊയിലേക്ക് പോരും കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. ഇവിടെ വന്നിട്ട് നല്ല അനുഭൂതി നിറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.